ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലച്ചർ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാനൊരു പോണിറ്റെയിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ വേറൊരു ക്ലച്ചർ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈൽ വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്, മുൻപിട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണേ, നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളായിരിക്കും. ഈസിയാണ്, സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ ഞാൻ പോണിറ്റെയിൽ കെട്ടിക്കൊടുത്തതിന് ശേഷം ഇപ്പം ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടില്ലേ, അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ക്ലച്ചർ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ. എന്നിട്ട് ഹെയർ 2 പാർട്ടീഷൻ ആക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് 2 ഭാഗത്തും ഇതുപോലെ ചുറ്റിച്ചിട്ട് കറക്കി കൊണ്ടുപോയി എൻഡിൽ ക്ലിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ അപ്പുറത്തെ ഭാഗവും അതുപോലെ ചുറ്റിച്ചിട്ട് എൻഡിൽ കൊണ്ടുപോയിട്ട് ക്ലിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഹെയർ സ്റ്റൈലൊക്കെ ഒരുപോലെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്, പക്ഷെ ഡിഫറൻറ്റ് രീതിയിലെന്നത് മാത്രം. ഇതുപോലൊക്കെ നമുക്ക് ക്ലച്ചർ യൂസ് ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ സിമ്പിളായിട്ട് ചെയ്യാം. അതാണ് ഞാൻ കാണിക്കുന്നത്. ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ട്രിക്കൊക്കെ നമുക്ക് പെട്ടെന്നൊന്നും അത്ര അറിയില്ലല്ലോ. കാണുമ്പോൾ നമുക്കൊരു സിമ്പിളൊരു ഹെയർ സ്റ്റൈൽ ലുക്ക് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നത്. കണ്ടോ, ഇവിടെ ചെറിയൊരു മുടി ബാക്കിയായിപ്പോയി. അത് ഞാൻ പിന്നിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഫ്രണ്ടിൽ ക്യാമറ അതുപോലെ കണ്ണാടി വെക്കാനുള്ള സൗകര്യമൊന്നുമില്ല. നിങ്ങൾ കാണുന്നില്ല ഞാൻ എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇപ്പുറം ഭാഗത്ത് ജനലിലാണ് ഫോണും കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് സെക്കൻഡ് ലുക്ക് പോവാം. സെയിം പോണിറ്റെയിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ക്ലച്ചർ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ഹെയർ സ്റ്റൈൽ കണ്ട് നിങ്ങൾക്ക് അടുത്ത് ഞാൻ ക്ലച്ചർ യൂസ് ചെയ്തിട്ടുള്ളത് ഇടുന്നില്ല കേട്ടോ. വേറെ എന്തെങ്കിലും വീഡിയോ ഇടാം. ഹെയർ സ്റ്റൈൽ വീഡിയോ തന്നെ ആയിരിക്കും. മേക്കപ്പ് വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇപ്പോൾ മടിയായി. അതാണ് ഞാൻ ഹെയർ സ്റ്റൈലിലേക്ക് കിടന്നത്. അങ്ങനെയാണ് സംഭവം. ഓരോ ദിവസവും ഓരോ കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ, കുറച്ച് പാടാണ്. അപ്പോൾ ഇതുപോലെ പോണിറ്റെയിൽ കെട്ടുന്നുണ്ട്. കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ലൂസാക്കിയിട്ട് മുടീൻ്റെ ഇടയിൽ കൂടെ മുകളിലോട്ടേക്ക് കെട്ടിവെച്ച ഹെയർ മൊത്തം എടുക്കുന്നുണ്ട്. കണ്ടോ, മൊത്തം എടുത്തിട്ട് ടൈറ്റ് ആക്കി കൊടുത്തിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട പ്ലേസിൽ, നിങ്ങൾ കാണുന്നവർ ചിലപ്പോൾ ബുഷല്ലായിരിക്കും അതിന് പറയുന്നത്, റബ്ബർ ബാൻഡ് എന്നായിരിക്കും പറയുന്നത്. ഈ ഭാഗത്ത് ബുഷ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ആ റബ്ബർ ബാൻഡ് ഇട്ടതിൻ്റെ കുറച്ച് മുകളിലോട്ടായിട്ട് ക്ലച്ചർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുടി അഴിച്ചിടുന്നുണ്ട്. പണ്ട് കോളേജിൽ പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ കെട്ടുമായിരുന്നു. കണ്ടോ, എൻ്റെ മുടി നിങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. നിങ്ങളുടെ മുടിയിൽ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ മുടിയിൽ അത്ര ഭംഗി തോന്നിക്കുന്നില്ല. ഇത് സ്ട്രൈറ്റ് മുടിക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇത് പോളിമൈസിങ് ഹെയർ അല്ലേ. ഇതാണ് രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ. എന്തായാലും എല്ലാം കൂടി നോക്കുമ്പോൾ കൊള്ളാം അല്ലേ, ചേരുന്നുണ്ട്. പക്ഷെ മുടി എന്തോ ഒരു ചകിരി പോലെ നിൽക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടാണ്. അത്രയേ ഉള്ളൂ. നമുക്ക് സെയിം ഹെയർ സ്റ്റൈലിന് നമുക്ക് അവിടെ തന്നെ ഒരു ബൺ രീതിയിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ? അവിടെ നിന്ന് ഹെയർ ചുറ്റിച്ചു കൊടുത്താൽ വേറൊരു ഹെയർ സ്റ്റൈലും കൂടിയായി. എന്നിട്ട് എന്ത് ചെയ്യാം? ക്ലിപ്പ് കൊണ്ട് സെക്യൂറാക്കി കൊടുക്കാം. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുറേ നോക്കി എവിടെയാണ് വെച്ചതെന്ന്. യൂപ്പിന് കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ഈ കൊറിയൻ ക്ലിപ്പ് കൊണ്ട് അഡ്ജസ്റ്റ് ആക്കി. കൊറിയൻ ക്ലിപ്പ് നല്ല ഭംഗി തോന്നിക്കുന്നുണ്ടല്ലോ ഇവിടെ. ഓക്കെ, അടുത്ത ഹെയർ സ്റ്റൈല്. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇത്രയും കാലം എൻ്റെ ടി വി ശരിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ടി വിയിൽ എന്തോ MG ശ്രീകുമാറിൻ്റെ ഏതോ ഒരു പരിപാടി കാണുന്നുണ്ട്. കുട്ടികളുടെ അച്ഛമ്മ, അതാണ് നിങ്ങൾ സൗണ്ട് കേൾക്കുന്നത്. ഇനിയത്തെ ഹെയർ സ്റ്റൈൽ ഞാൻ പോണിറ്റെയിൽ കെട്ടുന്നില്ല. പോണിറ്റെയിൽ കെട്ടാൻ നമ്മൾ ഹെയർ പിടിക്കുന്ന പോലെ പിടിച്ച് ഹെയർ ഇപ്പം ഞാനിങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കിക്കോ എങ്ങനെയാണ് തിരിക്കുന്നതെന്ന്. കണ്ട, ഇതുപോലെ തിരിച്ച് മുകളിലേക്ക് 2 വട്ടം തിരിക്കുന്ന മുകളിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ച്
കുറച്ച് മുകളിലായിട്ട് ക്ലച്ച് ഫിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഫിക്സാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഹെയർ ചുറ്റിച്ചിട്ട് ഇതുപോലെ ക്ലച്ചിലേ കൊണ്ടുപോയിട്ട് എൻഡിൽ ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇത്രക്കേ ഉള്ളൂ. എന്തൊക്കെ ഐഡിയാസ് അല്ലേ ഓരോരോ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സിമ്പിളല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണേ. നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ചൂട് കാലമൊക്കെ ആയതുകൊണ്ട് എന്തായാലും പുറത്ത് പോകുമ്പോൾ ഇതുപോലെ കെട്ടിപ്പോയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും, അല്ലെ, കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.